രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയുടെ മുകളിൽ ഇങ്ങനെ പീനട്ട് ഇട്ട് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇന്നുണ്ടാക്കുന്ന സ്പെഷ്യൽ ചിക്കൻ ക്രിസ്പിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഈ ചിക്കൻ്റെ ബോൺലെസ് ഭാഗം, അതായത് ബ്രസ്റ്റ് ഭാഗം എടുത്ത് അത് ഒരു വിരലിൻ്റെ വലിപ്പത്തിൽ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണം. ഒത്തിരി കട്ടി കാണല്, കട്ടിയാണെങ്കിൽ നടുക്കൂടൊന്ന് പീസാക്കിയിട്ട് വേണം അത് കട്ട് ചെയ്യാനേ. ഇതിപ്പോൾ ഒരു 700 ഗ്രാം ചിക്കൻ ഉണ്ട്. ഇപ്പം ജിയോ മാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് എനിക്ക് ഇച്ചിരി സോസും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ നന്നായി ചിക്കനൊക്കെ കഴുകി വാരിയെടുത്ത് അതിലേക്ക് ഒരു മാരിനേഷൻ ആവശ്യമാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 4.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2.5 ടേബിൾ സ്പൂൺ മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയുടെ വെള്ള വേണം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് ഈ സ്പൂണും കൊണ്ട് ഇങ്ങനെ മഞ്ഞ ഇങ്ങനെ കോരി എടുക്കുക. നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ എടുക്കാം. നിങ്ങൾക്ക് മുട്ട ഇങ്ങനെ മോടം പൊട്ടിച്ചൊഴിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇതെല്ലാം കൈ കൊണ്ട് നന്നായി കുഴച്ച് ഒരു അരമണിക്കൂറേലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ചിക്കൻ വറുത്തായിരുന്നു, ആ ഓയിലാണ് എടുത്തത്. മൊത്തം കൂടി ഇടാതെ ഓരോന്നായിട്ട് ഇങ്ങനെ പറക്കിയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നമുക്ക് മൊരിച്ചെടുക്കാം. ഞാൻ ഇച്ചിരി ഒരു 1-2 മിനിറ്റ് ഒരു സൈഡ് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 2 സൈഡും തിരിച്ചിട്ടിട്ട് അതൊന്ന് വെന്ത് കിട്ടട്ടെ. ആകെ ഒന്ന് വേവണം. നമ്മളിപ്പം ഇതൊക്കെ കോൺഫ്ലോറൊക്കെ ചേർത്തത് കൊണ്ട് പുറകു വശം നന്നായിട്ട് പെട്ടെന്ന് അങ്ങ് ക്രിസ്പി ആയിട്ട് വരും. പക്ഷേ അകം വേവത്തില്ല. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ച് നേരം ഞാൻ 2 സൈഡും തിരിച്ചിട്ടൊക്കെ മൊരിച്ചെടുത്തു. ഇപ്പോൾ ഇത് മൊരിഞ്ഞിട്ടുണ്ട്. ഒരു പീസ് ഞാനെടുത്ത് കഴിച്ച് നോക്കിയുണ്ട്, വെന്തിട്ടുണ്ട്. അതിങ്ങനെ കോരിയെടുക്കാം. എല്ലാം ഞാൻ വറുത്ത് കോരി, എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഓയിലൊക്കെ എടുത്ത് മാറ്റി. ഇപ്പോൾ ഈ കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 10-12 അല്ലി വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞത്, എന്നിട്ട് ഞാനിവിടെ ഒരു വലിയ സവാളയും ക്യാപ്സിക്കവും ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്സിക്കത്തിൽ അരിയൊക്കെ കളഞ്ഞിട്ട് വേണം അത് അരിഞ്ഞെടുക്കാനേ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. ആ വഴന്ന് വന്ന ക്യാപ്സിക്കത്തിൽ നിന്ന് ഒരു 3-4 എണ്ണം ഞാനെടുത്ത് മാറ്റുന്നുണ്ട്, ലാസ്റ്റിൽ അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1.5 ടേബിൾ സ്പൂൺ സിസവൺ ചട്നി, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ വിനെഗർ, കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചില്ലി സോസും സെസ്വൺ ചട്നി ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു 3/4 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് വറുത്ത ചിക്കനോട് ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രിസ്പി ഇവിടെ റെഡിയായി. ഈ വീഡിയോ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്.